ഡേ 3 ഓഫ് മിനി കട്ട് സീരീസ്. മിനി കട്ട് സീരീസ് തുടങ്ങിയിട്ട് 3 ദിവസമായിരിക്കുവാണ്. രാവിലെ തന്നെ ബോഡിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. ഇത് ജിമ്മിൽ പോകുന്നതിന് മുൻപ് ഉള്ള ചെക്കിംഗ് ആണ്. അതിനുശേഷം രാവിലെ ഓട്സ് കഴിച്ചു. ഓട്സ് കഴിച്ചപ്പോൾ 2 ദിവസത്തെ പോലെ സ്റ്റെപ്പ് കൗണ്ട് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നടന്ന് തന്നെയാണ് കഴിച്ചത്. കാരണം കിട്ടുന്ന സമയത്തൊക്കെ നടന്നാൽ മാത്രമേ ഒരു ദിവസത്തുള്ള മാക്സിമം സ്റ്റെപ്പ് കൗണ്ട് എനിക്ക് റീച്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഞാനതുകൊണ്ട് എപ്പോൾ ടൈം കിട്ടുമോ ആ ടൈമിലെല്ലാം മാക്സിമം നടക്കാനായിട്ട്, ഈ നടക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ കുറച്ച് മൈൻഡ്ഫുള്ളായിട്ട് നടക്കണം. ഞാൻ ട്രൈ ചെയ്യുന്നതിൻ്റെ ആപ്സൊക്കെ മാക്സിമം ഫോക്കസ് ചെയ്ത് ലെഗ്സിൻ്റെ മൂവ്മെൻറ്റ്സൊക്കെ മാക്സിമം ഫോക്കസ് ചെയ്താണ് നടക്കുന്നത്. അതുകൊണ്ട് നേരെ ജിമ്മിലോട്ടെത്തി. പതിപോലെ വെയിറ്റ് ചെക്ക് ചെയ്തു. സ്റ്റിൽ 57 തന്നെ നിൽക്കുവാണ്. 58 അറൗണ്ട് 58 സ്റ്റാർട്ട് ചെയ്തത്. ഇനി ലെഗ് ഡേ ആയതുകൊണ്ട് തന്നെ ലെഗിൻ്റെ സ്ട്രെച്ചസ്, ഹാംസ്ട്രിങ് സ്ട്രെച്ചസൊക്കെ നല്ലപോലെ ചെയ്തു. ലെഗ് ഡേയിൽ യൂഷ്വലായിട്ട് ഞാൻ സ്ട്രെച്ചസ് ചെയ്താണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. നോർമൽ വാമപ്പിന് പുറമേ ആയിട്ട് തന്നെ സ്ട്രെച്ചിങ്സ് മസ്റ്റായിട്ട് ഞാൻ ചെയ്യാറുണ്ട്. കാരണം എനിക്കത് വർക്കൗട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇന്നും വളരെ സ്ലോ മൂവ്മെൻറ്റ്സ് തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. സ്ലോ ആയിട്ട് വെയിറ്റ് പുഷ് ചെയ്യാനും അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് റിട്ടേൺ വരുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സാണ് എല്ലാ വർക്കൗട്ടിലും ഞാൻ അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മസിൽസിനെ സ്ക്വീസ് ചെയ്ത് ഫീൽ ചെയ്ത് ചെയ്യാനായിട്ട് സാധിച്ചു. ഇത്തരത്തിൽ വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള മൂവ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ കാഫ് റേസസ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും കാഫ് മസിൽസ് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. സോ ഐ മീൻ അങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് ഞാൻ ഹാപ്പി ആവുന്നത്. നമ്മൾ ഏത് മസിൽ ഗ്രൂപ്പിന് വേണ്ടിയാണോ വർക്ക് ചെയ്യുന്നത് അതിന് അല്പമെങ്കിലും മൂവ്മെൻറ്റ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു റിസൾട്ടായിട്ട് ഞാനത് മനസ്സിലാക്കണേ. ദെൻ എല്ലാ മൂവ്മെൻറ്റ്സിലും മെയിനായിട്ട് ഈ ഒരു സ്ലോ ആൻഡ് റെസിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള മൂവ്മെൻറ്റ് ഞാൻ ഫോളോ ചെയ്തത്. കുറച്ച് ദിവസമായിട്ട് ബൈക്കിൽ എയർ ചെക്ക് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ സമയം കിട്ടാതെ നടന്നില്ല. ഇന്നത് ചെയ്തു. ഇതായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കുക്കുമ്പർ കൂടെ ആഡ് ചെയ്തു ഇന്ന്. അതിനുശേഷം ക്രിയാറ്റിൻ എടുത്തു. നമുക്ക് ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്രിയാറ്റിനും വേ പ്രോട്ടീനൊക്കെ കുടിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മധുരം ഡെഫിനിറ്റ്ലി ഒരു ആശ്വാസമാണ്. ഒരു കുഞ്ഞ് ഡയറി മേടിച്ചു. ഡെയിലിയുള്ള സ്റ്റെപ്പ് കൗണ്ട്സും അതോടൊപ്പം തന്നെ വെയിറ്റും ഒക്കെ അതിൽ എഴുതി പോകാനാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ. ചെടിക്ക് വെള്ളം ഒഴിച്ചു. നമ്മളെപ്പോലെ തന്നെ ചെടിക്കും ഭക്ഷണമൊക്കെ ആവശ്യമാണല്ലോ. ഇതായിരുന്നു എൻ്റെ ഉച്ചത്തെ മീൽ. വളരെ കുറച്ച് മാത്രമാണ് കാർബ് ഇപ്പോൾ എടുക്കുന്നത്. കാരണം 58 നിന്നും അറൗണ്ട് 53 എൻ്റെ യാത്ര. ഉച്ചയ്ക്ക് ശേഷം കുറേ സ്റ്റെപ്സ് നടക്കാനായിട്ട് സാധിച്ചു. വെയിൽ കുറവായതുകൊണ്ട് തന്നെ പുറത്തായിരുന്നു ഇന്നത്തെ നടത്തം. നേരത്തെ പറഞ്ഞതുപോലെ മൈൻഡ്ഫുൾ വാക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എത്ര നമ്മുടെ മസിൽസിനെ പറ്റി ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത്, ലൈക്ക് ഈ ഒരു ഫിറ്റ്നസ് ജേണിയുടെ പാർട്ടായിട്ടാണ് നടക്കുന്നത് എന്ന് ഈവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നത് പോലും നമ്മുടെ ട്രാൻസ്ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം ഞാൻ വൈഫായിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോയുടെ റെക്കോർഡിങ് ചെയ്തു. ഫാറ്റ് ആൻഡ് പ്രോട്ടീൻ ഗോൾ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഹോൾ എഗ്സ് ആണ് എടുത്തത്. അതിനുശേഷം മസിൽ ബ്ലേസിൻ്റെ ഐസോലേറ്റ് വേ പ്രോട്ടീൻ എടുത്തു. ഈ പറഞ്ഞതും ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾ പോലെ തന്നെ ഉറക്കം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇനി നാളെ കാണാം.